മാഷെ നമസ്കാരം. ഇതിപ്പോ യമനിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ട്രംപ്. ഹൂതികളാണെങ്കിൽ തിരിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. അവരുടെ ഹാരിയസ് ട്രൂമാൻ എന്നുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പടക്കപ്പലിനടക്കം ആക്രമിച്ചു എന്ന് ഹൂതികളും അവകാശപ്പെടുന്നുണ്ട്. ഈ ആക്രമണം മുറുകിയതോടു കൂടി തന്നെ ഇറാനിൽ നിന്നും ഇത് ആഗോള ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറാന്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. നിലവിലുള്ള ഈ ആക്രമണം അത് ഏത് തലത്തിലേക്കാണ് പോകുന്നത്? അമേരിക്കയിലെ ട്രംപിന്റെ രണ്ടാം ഭരണം വന്നതിന് ശേഷം അദ്ദേഹം ഒരു പടയോട്ടം പോലെ ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും മേൽ കുതിര കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലാണ്. ഭൂമിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാനിതാ തീർത്തു കളയാം എന്ന മട്ടിൽ എവിടെയൊക്കെ കലാപമുണ്ടോ, എവിടെയൊക്കെ യുദ്ധമുണ്ടോ അവിടെയൊക്കെ കയറി കയ്യേറി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ യുക്രൈനെ ഭീഷണിപ്പെടുത്തിയിട്ട് സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നത്തിൽ പലസ്തീനികളോട് നാടുവിട്ടു പോകാൻ പറഞ്ഞിട്ട് അവർക്ക് പോകാനുള്ള ആഫ്രിക്കയിലെ നാടുകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഗസയെ ഞാൻ ഏറ്റെടുക്കും, ഇസ്രായേൽ ഏറ്റെടുക്കും എന്നല്ല, യുദ്ധം ചെയ്തിട്ട് ഇത്രയും കാലമായുള്ള അസമാധാനത്തിന്റെ ഫലമായിട്ട് പലസ്തീന് മേൽ, ഗസയ്ക്ക് മേൽ ഇസ്രായേലിന്റെ ഒരു ആധിപത്യം വന്നാൽ നമുക്ക് മനസ്സിലാക്കാം. വരുന്നത് അങ്ങനെയല്ല. അമേരിക്ക ഏറ്റെടുക്കും ഗസയെ, എന്നിട്ട് ആഗോള നഗരമാക്കി മാറ്റും. നിങ്ങൾ പൊയ്ക്കോളണം. 20 ലക്ഷം പേരുണ്ട് അവിടെ. 20 ലക്ഷം മനുഷ്യരെ അവിടുന്ന് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു ചോദിച്ചപ്പോൾ അതിന് ഞാൻ വഴി പറഞ്ഞുതരാം. ഭൂമിയിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളാണ് ആഫ്രിക്കയിലെ 3 രാജ്യങ്ങൾ: സൊമാലിയ, സൊമാലിലാൻഡ്, സുഡാൻ. ഈ 3 രാജ്യങ്ങളിലേക്ക് ഞാൻ കടത്തിത്തരാം. 20 ലക്ഷം പേര് അവിടെ പോയിക്കോ, നാട് വിട്ടു പോയിക്കോ എന്ന് പറയാണ്. എല്ലാ നിലയും വിട്ട് സാധാരണഗതിയിലുള്ള ഒരു സാധാരണ മനുഷ്യന്റെ മനുഷ്യപ്പറ്റ് പോട്ടെ, ആഗോള രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രപരമായ ബഹുമാനം പോട്ടെ, രാജ്യങ്ങൾ തമ്മിലും രാഷ്ട്രാന്തരീയ ബന്ധങ്ങളിലും ഒക്കെയുള്ള സകല മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ട്രംപ് മുന്നോട്ട് പോവുകയാണ്. ആ പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ ആ പടയോട്ടത്തിന്റെ ഒടുവിലത്തെ ദൃശ്യമാണ് നമ്മൾ യമനിൽ കാണുന്നത്. യമൻ ആണെങ്കിൽ ഭൂമിയിലെ ഏറ്റവും ഗതികെട്ട രാജ്യമാണ്. പ്രജിതക്ക് അറിയുമെന്നറിയില്ലേ, യമനിൽ നിന്നാണ് കേരളത്തിലെ ഇന്ന് കാണുന്ന മുസ്ലിങ്ങളൊക്കെ വന്നത്. മുസ്ലിങ്ങളുടെ പൂർവ്വ രാജ്യമാണ് യമൻ. കേരളത്തിലെ മുസ്ലിങ്ങളുടെ പൂർവ്വ രാജ്യമാണ്. രണ്ട് രാജ്യങ്ങളിൽ നിന്നാണ് ഈ കേരളത്തിലേക്ക് മുസ്ലിങ്ങൾ വന്നത്. ഒന്ന് യമനിൽ നിന്നാണ്, മറ്റും തുർക്കിയിൽ നിന്നാണ്. തുർക്കി വഴി വന്നവരെയാണ് നമ്മൾ റാവുത്തർമാർ എന്ന് വിളിക്കുക. ബാക്കി മലബാറിലെ മുസ്ലിങ്ങൾ മുഴുവൻ യമനിൽ നിന്ന് വന്നവരാണ്. പക്ഷേ ഈ യമൻ എന്ന രാജ്യത്തിന്റെ ഇന്നത്തെ സ്ഥിതി എന്താണെന്നറിയോ? 56% അവിടെ പട്ടിണി കിടക്കുന്നവരാണ്. ദാരിദ്ര്യത്തിന്റെ നരകമാണ് യമൻ. ലോകത്തിലെ എല്ലാ രാജ്യത്തും യമനികളായ അഭയാർത്ഥികളുണ്ട്. യമന്റെ തൊട്ടടുത്ത രാജ്യം അറേബ്യ. അവിടുത്തെ മുഴുവൻ പിച്ചക്കാരും, മുഴുവൻ തെണ്ടികളും, അറേബ്യയുടെ മുഴുവൻ തെരുവിൽ കിടന്നുറങ്ങുന്നവരും, മുഴുവൻ പാലങ്ങളുടെ ചുവട്ടിൽ അന്തി ഉറങ്ങുന്നവരും ഒക്കെ യമനികളാണ്. യമനികൾ മഹാദരിദ്രന്മാരാണ്. അതാണ് വേറൊരു കാര്യം. മൂന്നാമത്, യമൻ കഴിഞ്ഞ 10-14 കൊല്ലമെങ്കിലും ആയിട്ട് വലിയ യുദ്ധക്കളമാണ്. 2011 അവിടെ ഈ മുല്ലപ്പൂ വിപ്ലവം വന്നല്ലോ. അറബ് രാജ്യങ്ങൾ ഒക്കെ ഓരോ രാജ്യത്തെയും ഏകാധിപത്യത്തിനെതിരായി, തൊഴിലില്ലായ്മക്കെതിരായി, ദാരിദ്ര്യത്തിനെതിരായി, പട്ടിണിക്കെതിരായി ഒക്കെ ആദാത് രാജ്യത്ത് കലാപം ഉണ്ടായ കൂട്ടത്തിൽ യമനിലും കലാപം ഉണ്ടായി. അവിടെ സാലെ എന്ന് പറയുന്ന ഒരാൾ ആയിരുന്നു നാട് ഭരിച്ചത്. 20 കൊല്ലത്തിലേറെയായി അദ്ദേഹത്തിന്റെ ദുർഭരണമായിരുന്നു. അദ്ദേഹത്തിനെതിരായി കലാപം നടന്നു. അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹത്തിന്റെ അനുയായിയായ ഒരു ഹാദിയെ അവിടെ ഭരണത്തിലേറ്റി. അപ്പൊ അന്ന് മുതൽ ഹാദിക്കെതിരായ കലാപമായി. ഒടുവിൽ ഹാദി അവിടുന്ന് പ്രാണനം കൊണ്ട് ഓടി സൗദി അറേബ്യയിൽ അഭയം തേടി. എന്താ കാരണം? ഈ യമനിൽ കലാപം നയിച്ചുകൊണ്ടിരുന്നത് ഹൂത്തി തീവ്രവാദികളാണ്. ഹൂത്തികൾ എന്ന് പറയുന്നത് യമനിലെ ഒരു ന്യൂനപക്ഷ സമുദായം. ഈ യമന്റെ പ്രത്യേകത, യമനിൽ സുന്നി മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം. അവിടുത്തെ ഷിയ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്. അതിൽ ഏറ്റവും ന്യൂനപക്ഷമായ ഒരു വിഭാഗമാണ് ഈ യസീദി ഷിയാക്കൾ എന്ന് പറയും. ഷിയാക്കളിൽ തന്നെ പല വിഭാഗമുണ്ട്. അതിലൊരു വിഭാഗമാണ് യസീദികൾ. യസീദി ഷിയാക്കൾ എന്ന് പറയുന്ന ഒരു കൊച്ചു ന്യൂനപക്ഷമാണ്. അവര് പക്ഷെ അവരുടെ മേഖലയിൽ വികസനമില്ല, ഞങ്ങളെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഉണ്ടായ ഒരു സായുധ സൈനിക തീവ്രവാദ പ്രസ്ഥാനമാണ് ഈ ഹൂത്തികൾ. യഥാർത്ഥത്തിൽ അവരുടെ പേര് ഹൂത്തികൾ എന്നല്ല, അൻസാറുള്ള എന്നാണ് അവർ പറയുക. ദൈവത്തിന്റെ സഹായികൾ എന്നാണ് പറയുക. എന്റെ ആലോചിച്ചു, തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പേരുകൾ അങ്ങനെയാണ്. ലഷ്കർ-എ തൊയ്യബ, ജയ്ഷെ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ ലഷ്കർ-എ തൊയ്യബ എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവത്തെ സഹായിക്കാനുണ്ടാക്കുന്ന പട്ടാളമാണ്. ജയ്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞ പ്രവാചകന്റെ സേനയാണ്. ഈ അൻസാറുള്ള എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സഹായികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സർവശക്തനായ ദൈവത്തിന് എന്തിനാണ് സഹായികൾ? അങ്ങനെ ഉണ്ടാക്കിയ സേനയാണ് അൻസാറുള്ള എന്നാണ് പേര്. പക്ഷേ അത് ഉണ്ടാക്കിയ ഒരു ഹുസൈൻ ഹൂത്തി ഉണ്ടായിരുന്നു. അതിന്റെ സ്ഥാപകൻ 1995 എന്റെ ഓർമ്മ. അത് ഉണ്ടാക്കിയത് 95 എങ്ങാണ്. അപ്പോ അതിന്റെ സ്ഥാപകൻ ഈ
യസീദി ഷിയാക്കളുടെ നേതാവായിരുന്ന ഒരു ഹുസൈൻ ഹൂത്തിയാണ്. ഹുസൈൻ ഹൂത്തിയുടെ പേര് അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമായതുകൊണ്ടാണ് അതിന് ഹൂത്തി മൂവ്മെന്റ്, ഹൂത്തി പ്രസ്ഥാനം എന്ന പേര് വന്നത്. പക്ഷെ ഹൂത്തികൾക്ക് ഇപ്പോ ഇറാന്റെ പിന്തുണയുണ്ട്. എന്താ കാരണം? യമൻ സുന്നി രാജ്യമാണ്, ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. അതുകൊണ്ട് ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് ഹൂത്തികൾ അവിടെ കലാപം നടത്തുന്നത്. ഹൂത്തികൾ കലാപം തുടങ്ങിയപ്പോൾ ആദ്യം സംഭവിച്ചത് ഈ യമന്റെ തലസ്ഥാനം അവർ പിടിച്ചു. യമന്റെ തലസ്ഥാനം സന എന്നാണ് പറയുക. സൻ ആ എന്ന് അറബിയിൽ പറയും, സൻ ആ. അത് നമ്മൾ വായിക്കുമ്പോൾ സന എന്നാണ് വായിക്കുക. തലസ്ഥാനം പിടിച്ചു. 2011 കലാപം തുടങ്ങി. 2014 പ്രസിഡന്റ് മാറിയപ്പോൾ വീണ്ടും കലാപമായി. പ്രസിഡന്റ് അവിടുന്ന് ഓടി അറേബ്യയിൽ വന്ന് ഒളിച്ചു. അപ്പോ തലസ്ഥാനം ഉൾപ്പെടെ ഇപ്പൊ ആരുടെ കയ്യിലാണ്? യമൻ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനം ഉൾപ്പെടെ ഹൂത്തി തീവ്രവാദികളുടെ കയ്യിലാണ്. എന്ന് പറഞ്ഞാൽ യമൻ ഇപ്പൊ നേരിട്ട് ഭരിക്കുന്നത് ഇറാനാണ്. ഇറാന്റെ പിന്തുണ ഹൂത്തികൾക്കുള്ളത് കൊണ്ട് ഒരു ഭാഗത്ത്. മറ്റൊന്നുകൂടി കൂട്ടത്തിൽ കാണണം, ഈ ഇറാൻ എന്ന ഷിയ രാജ്യത്തിന്റെ പിന്തുണയോടുകൂടി ഹൂത്തികൾ യമന്റെ തലസ്ഥാനം പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരെ തിരിച്ചടിക്കാൻ സൗദി അറേബ്യ തയ്യാറായി. അതുകൊണ്ടാണ് സൗദി അറേബ്യയിലേക്ക് യമൻ പ്രസിഡന്റ് ഒളിച്ചോടി വന്നത്, പ്രാണനും കൊണ്ട് ഓടി വന്നത്. അദ്ദേഹത്തിന് അഭയം കൊടുക്കുക മാത്രമല്ല, സൗദി സ്വന്തം പട്ടാളത്തെ അയച്ചു കൊടുത്തുകൊണ്ട് ഹൂത്തി തീവ്രവാദികൾക്കെതിരായി അന്നു മുതൽ പോരാട്ടം തുടരുകയാണ്. പക്ഷേ 14 കൊല്ലമായി, എനിക്ക് തോന്നുന്നു 2011, 14 കൊല്ലമായി പൊരുതിയിട്ടും ഹൂത്തി തീവ്രവാദികൾ അവിടുന്ന് ഓടിക്കാൻ കഴിഞ്ഞിട്ടില്ല. സന എന്ന തലസ്ഥാന നഗരത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിന് പകരം യമൻ ഭരണകൂടം ചെയ്തത് സൗദി അറേബ്യയോട് ചേർന്ന തെക്കൻ യമനിലെ ഒരു വലിയ നഗരമുണ്ട്, ചരിത്ര നഗരം. അതിന് ആ നഗരത്തിൽ ആ നഗരം കേന്ദ്രമാക്കിയിട്ട്, ഏദൻ എന്നാണ് ആ നഗരത്തിന്റെ പേര്, ഏദൻ നഗരം കേന്ദ്രമാക്കിയിട്ടാണ് ഇപ്പോൾ യമൻ ഭരണകൂടം ഭരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏദൻ കേന്ദ്രമാക്കിയുള്ള യമൻ ആരാണ് ഭരിക്കുന്നതെന്ന് അറിയാലോ? സൗദി അറേബ്യയാണ് ഭരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യമൻ എന്ന രാജ്യത്തെ കുറേയേറെ ഭാഗം ഇറാനും പിടിച്ചു, ബാക്കി കുറെ ഭാഗം സൗദി അറേബ്യയും പിടിച്ചു. അന്നേരത്ത് വേറൊരു സംഭവ വികാസം കൂടി ഉണ്ടായി. തൊട്ടപ്പുറത്ത് UAE എന്ന രാജ്യമുണ്ട്. UAEയോട് ചേർന്ന കുറെ പ്രദേശം അവരും പിടിച്ചു. എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഇവര് പറയുന്നുണ്ടല്ലോ ഇസ്ലാമിക രാജ്യമാണ്, ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ലോകത്ത് 51 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ദരിദ്ര രാജ്യമാണ് യമൻ. ഏറ്റവും ദരിദ്രം എന്ന് പറഞ്ഞാൽ ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാണ്. ആ യമനെ അവിടെ സംഘർഷം വന്നപ്പോ കിട്ടിയ തക്കത്തിന് പ്രധാനപ്പെട്ട സമ്പന്നന്മാരായ 3 ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ കൊത്തിപ്പറിച്ച് പങ്കിട്ടെടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യമനെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് 1 കലാപമാണ്, 2 ദാരിദ്ര്യമാണ്, 3 അറബ് രാജ്യങ്ങൾ അവിടെ നടത്തിയ അധിനിവേശമാണ്. ഇവര് മറ്റുള്ളവരുടെ അധിനിവേശം, ഇപ്പൊ അമേരിക്കൻ അധിനിവേശത്തെ, ഇസ്രായേലിന്റെ അധിനിവേശത്തെ ഒക്കെ വലിയ തോതിൽ അപലപിക്കുന്നവരാണല്ലോ മുസ്ലിം രാജ്യങ്ങൾ. പക്ഷെ യമൻ എന്ന രാജ്യത്തിന്റെ ഗതികേട്, ആ രാജ്യത്തിന് മേൽ ഇപ്പൊ നടക്കുന്ന 3 രാജ്യങ്ങളുടെ അധിനിവേശവും മുസ്ലിം രാജ്യങ്ങളുടെ അധിനിവേശമാണ്. ഇപ്പോ ഏറ്റവും ഒടുവിലത്തെ സംഭവവികാസമാണല്ലോ ഇപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ അമേരിക്കയിൽ ട്രംപിന്റെ ആദ്യത്തെ ഭരണകാലത്ത് ട്രംപ് ചില ശ്രമങ്ങൾ നടത്തി യമനിൽ ഇടപെടാൻ. അത് വിജയിച്ചില്ല. പിന്നെ അവിടെ ബൈഡൻ വന്നപ്പോ ലോകത്തിലെ യുദ്ധങ്ങളിൽ ഇടപെട്ടുകൊണ്ട് യുദ്ധം പെരുപ്പിക്കുന്ന ഒരു യുദ്ധക്കൊതിയനായിരുന്നില്ല ബൈഡനും അദ്ദേഹത്തിന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയും. ഇപ്പോ ട്രംപിന്റെ റിപ്പബ്ലിക്കൻസ് വീണ്ടും വന്നപ്പോ ട്രംപ് നേരിട്ട് ആക്രമിക്കുകയാണ്. ട്രംപ് പറയുന്നത് ഞങ്ങൾ ഹൂത്തികളെ വകവരുത്തും, അങ്ങനെയുള്ള എല്ലായിടത്തും പറയുന്നത്. സെലൻസ്കിയെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നത് ഞങ്ങൾ യുക്രൈനികളെ വകവരുത്തും, അവസാനിപ്പിക്കും എന്നാണ്. ഹമാസിനോട് പറയുന്നത് നിങ്ങളുടെ രാജ്യം തന്നെ ഞങ്ങൾ ഏറ്റെടുക്കും, നിങ്ങളെ ഞങ്ങൾ അട്ടിയോടിക്കുന്ന. ഇതേ നയം തന്നെയാണ് ഇപ്പോ യമനിൽ പോയി പറയുന്നത്. യമനിലെ ഹൂത്തി തീവ്രവാദികളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ യമൻ വിട്ട് പോയിക്കൊള്ളുക, നിങ്ങളെ ഞങ്ങൾ വകവരുത്തുന്നതാണ്. പക്ഷേ ഹൂത്തി തീവ്രവാദികളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് അവർ പറയുന്നത് നിങ്ങൾ ഞങ്ങളെ വകവരുത്താൻ ശ്രമിച്ചു കൊള്ളുക, അവസാനത്തെ ഹൂത്തിയും വകവരുന്നത് വരെ, ഞങ്ങൾ തീരുന്നത് വരെ ഞങ്ങൾ തിരിച്ചടിക്കും എന്നാണ്. ഇതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. അതിനകത്തുണ്ടായ ഒരു സംഭവ വികാസം, സൗദി അറേബ്യയുടെ താല്പര്യപ്രകാരം അറബ് രാജ്യങ്ങൾ, ഇപ്പോ OIC എന്ന് പറയും, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം സൗദി അറേബ്യയെ പിന്തുടർന്നുകൊണ്ട് യമനിൽ സൗദിയെ സഹായിച്ചിരുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഹൂത്തികളോട് ഒരു ഹൂത്തികളെ ഓടിക്കാനോ സാധിച്ചില്ല. അപ്പോ സൗദി അറേബ്യ ചെയ്തത് അവരുമായിട്ട് ഒത്തുതീർപ്പ് ഉണ്ടാക്കി ഒരു സമാധാന കരാറിൽ ഒപ്പുവെച്ചിട്ട് സമാധാനമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ട്രംപ് പറയുന്ന അവരുമായി ഒത്തുതീർപ്പ് വേണ്ട, സമാധാനം വേണ്ട, അവരെ വകവരുത്തി കളയാം എന്ന് പറയുമ്പോൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംഘടിതമായി യമനിൽ യുദ്ധത്തിന് വീണ്ടും ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് അറബ് മേഖലയിൽ ഒന്നാകെ ഏതാണ്ട് 34 അറബ് രാജ്യങ്ങൾ യമൻ പ്രശ്നത്തിൽ സൗദിയുടെ കൂടെയുണ്ട്.
എന്ന് പറഞ്ഞ സൗദി അറേബ്യ അടക്കം 35 അറബ് രാജ്യങ്ങൾ നേരിട്ട് യമനെ ആക്രമിക്കാൻ വരും. ഇറാനും ഇറാന്റെ സഖ്യകക്ഷികളായ റഷ്യയും ഒരുപക്ഷെ ചൈനയും ഉൾപ്പെടെ അപ്പുറത്തും ഇറാനെ സഹായിക്കാനും വന്നേക്കും. അപ്പൊ ഹൂത്തി തീവ്രവാദികളെ മുൻനിർത്തി ഒരു ആഗോള യുദ്ധം ഉണ്ടായി കിട്ടിയാൽ തീർച്ചയായും ആയുധ കച്ചവടത്തിനും നിർമ്മാണ കമ്പനിക്ക്, അതായത് യുദ്ധം എവിടെ തകർക്കുന്നുവോ, എന്ത് തകർക്കുന്നുവോ, തകർക്കുന്ന നഗരങ്ങളൊക്കെ പുനർനിർമ്മിക്കാൻ കരാറെടുക്കുന്നതും ഇതേ അമേരിക്കൻ കമ്പനികളാണ്. അതുകൊണ്ട് ട്രംപിന്റെ അജണ്ട ചെറുതല്ല. ഒരു ആഗോള യുദ്ധം ട്രംപ് മുന്നിൽ കാണുന്നുണ്ട്. അതിനുള്ള കരുക്കൾ യമനിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യമനിലേക്ക് ട്രംപ് വന്നിരിക്കുന്നത്. ട്രംപിന്റെ ഈ പടയോട്ടം തീർച്ചയായും ലോകത്തിലെ സമാധാന പ്രേമികളായ എല്ലാ രാജ്യങ്ങളും വളരെ ജാഗ്രതയോടെ കാണേണ്ടതാണ്, തിരിച്ചറിയേണ്ടതാണ്, ട്രംപിന് കൊടുക്കേണ്ട മറുപടി കൊടുക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ ഇന്നലെ ഞാൻ ഈ ട്രംപിന്റെ ആക്രമണം നടന്ന 31 ഹൂത്തികളെ കൊന്നുവെന്നാണ്. ഹൂത്തി തീവ്രവാദികളെ സനയെ നേരിട്ട് അമേരിക്കൻ പട്ടാളം ചെന്ന് വ്യോമാക്രമണം നടത്തി യമന്റെ തലസ്ഥാനമായ സനാ നഗരത്തിന് മേൽ വ്യോമാക്രമണം നടത്തിയിട്ട് 31 ഹൂത്തികളെ കൊന്നിരിക്കുന്നു എന്ന് അമേരിക്കൻ ഭരണകൂടത്തിന്റെ വക്താക്കൾ അവകാശപ്പെടുന്ന നിമിഷം തൊട്ട് ഇന്ന് വരെ, ഈ സമയം വരെ ഇറാൻ അല്ലാതെ ലോകത്തിലെ ഒരു മുസ്ലിം രാജ്യവും പ്രതികരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ മിണ്ടാത്തത്? അവര് ആരെയാണ് ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, അമേരിക്കൻ യജമാനന്റെ മുമ്പിൽ ഇപ്പോഴും ഓച്ചാനിച്ച് നിൽക്കുന്ന സമ്പത്തൊക്കെ ഉണ്ട്, എന്നാൽ സൈനിക ശക്തിയുടെ മുമ്പിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും ഭയപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അറബ് ലോകം മാറിയിരിക്കുന്നു എന്നാണ് യമനിലെ സംഭവവികാസങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ വായിക്കേണ്ടത്. നന്ദി മാഷെ. നമസ്കാരം.